ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയാണ് നോക്കണം വിശേഷം? എല്ലാവർക്കും സുഖം, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ ദമാം വീഡിയോ ഒക്കെ ഇനി ഇഷ്ടംപോലെ എഡിറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ ഓരോ തിരക്ക് കാരണം എഡിറ്റ് ചെയ്യാണ്ടിരുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ നമ്മൾ ദമാമിൽ അവിടെ ഒരു മോളിലൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഷോപ്പൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ആ ഹോളിൽ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ വാച്ചിലും ഡ്രസ്സിലൊക്കെ കറ പിടിച്ചാൽ അത് ഇളകുന്നൊരു മരുന്ന് കേട്ടോ, ഒരു ലിക്വിഡ് കേട്ടോ. അപ്പോൾ അതാ നീനു വാച്ചൊക്കെ ക്ലീൻ ചെയ്യിച്ച് അവൾ 2 വാങ്ങിച്ചിരുന്നു. പിന്നെ നമ്മൾ പോരാൻ സമയത്ത് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പിന്നെ മറന്നു പോന്നു കേട്ടോ. പിന്നെ ലഗേജും ഒരുപാട് കൂടുതലായി, അങ്ങനെ അവിടെ വെച്ച് പോന്നു. എന്തായാലും ഇനി വരുമ്പം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരു മാളിൽ കൂടി അങ്ങനെ കറങ്ങി. ആ മാളിൽ നല്ലൊരു കേക്ക് ഷോപ്പ് ഉണ്ട്, അവിടെ കയറി കേക്കൊക്കെ കഴിച്ച് പിന്നെ നമ്മളിതാ പുറത്തിറങ്ങി. അവിടെ ഒരുവിധം ഹോട്ടലിലൊക്കെ നല്ല ഫിഷും എന്താ പറയുക ചോറും ഉണ്ടാവും കേട്ടോ. അതിലേക്ക് നല്ല ഒരുപാട് ഐറ്റം ചോറ്, എന്താ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം എന്താ പറയുക, മജ്ലിസ് പോലെ ഇങ്ങനെ ഇരുന്നിട്ടുള്ള നല്ല രസമാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഒരുപാട് ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാക്കുനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഫുഡൊക്കെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചെറുതായിട്ടതൊക്കെ കഴിച്ചിരുന്നു. നമ്മൾ പിന്നെ എന്താ പറയുക, ഉച്ചക്ക് നന്നായിട്ട് കഴിച്ചപ്പോൾ എനിക്ക് വലിയ വിശപ്പുണ്ടായിരുന്നില്ല കേട്ടോ. നയമോ നിനൊക്കെ കുറച്ച് കഴിച്ചു, ബ്രോസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മളിതാ പുറത്ത് പോയിട്ട് വേറെ ഒരു ഹോട്ടലിൽ പോകണ ഒരു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ. അത് ഇന്ന് നൈറ്റല്ല, പിറ്റേന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫുഡ് കഴിച്ച് എനിക്കന്ന് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമ്മളിവിടെ കുറച്ച് ഇങ്ങനെ ഒരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട് ഇവിടെ, നൈറ്റി ഒക്കെ ആയിട്ട്. അപ്പം ഇവിടെ ഈ ഭാഗത്ത് ചെന്നപ്പോൾ ഞാൻ ഇതിന് മുമ്പ് നമ്മളവിടെ എന്താ പറയുക, കോബാർ പ്ലാസയിൽ പോയല്ലോ. അവിടുത്തെ അത്ര ഒരു എന്താ പറയുക സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അത്ര ബ്രാൻഡഡ് അല്ല കേട്ടോ. സെലക്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ വിലയും കുറവാണ്. പക്ഷെ സാധനം അത്ര ബ്രാൻഡഡ് അല്ല. നമ്മൾ കോബാർ പ്ലാസയിൽ നല്ല എന്താ പറയുക, കോട്ടണിൽ നല്ല വെറൈറ്റി ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടൊക്കെയാണ്, പക്ഷേ റേറ്റ് കൂടിയതുകൊണ്ട് കുറഞ്ഞതുണ്ട്. 15, 10, 19 റിയാൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 മാക്സി എടുത്തിട്ട് നമ്മൾ പോകുന്നു. അതുപോലെ അങ്ങനെ നമ്മൾ ഇതൊക്കെ ഒരു ട്രഡീഷണൽ പിന്നെ പർദ്ദയൊക്കെ ഉള്ള ഒരു ഭാഗത്ത് കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതിങ്ങനെ ഒരു ഫാമിലി ഇങ്ങനെ ഒരുപാട് പഴയ ഉപകരണങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ട്, റേഡിയോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഭർത്താവും ഭാര്യയും ഒരു ഫാമിലി അവരിങ്ങനെ അവിടെ വിൽക്കാനിരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് നമ്മളെ നാട്ടിൽ പോലെ തന്നെ അവിടെ ഇതുപോലെ സ്ട്രീറ്റ് കൂടിയൊക്കെ ഇങ്ങനെ ആളുകൾ എന്താ പറയുക സാധനങ്ങളൊക്കെ വിൽക്കാനിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ടൗണിൽ കൂടെ പോയിട്ട് ഇനി നമ്മളൊരു ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. മജ്ലിസായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നല്ല രസമാണ്. അപ്പം നമ്മളിതങ്ങനെ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അവിടുത്തെ പ്രധാന റോഡുകളാണ് കേട്ടോ. നല്ല രസത്തിലൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കേട്ടോ. രാത്രിയൊക്കെ കണ്ടില്ല, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതാ ഹോട്ടലെത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ പല എന്താ പറയുക കലാപരമായിട്ട് കുറച്ച് എന്താ പറയുക പിക്കും കാര്യങ്ങളൊക്കെ, എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടാ. കുറച്ച് അറബിയിലൊക്കെയാണ് ചുമരുമ കൂടി എഴുതിയിട്ട്. അവിടുത്തെ പഴയ ആളുകളാണോ എന്താ ഒന്നും അറിയില്ല. നമ്മൾ ഇവിടുന്ന് ഫിഷ് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുത്താൽ അവർ അത് അപ്പോഴേ നമുക്ക് റെഡിയാക്കി തരും കേട്ടോ. അപ്പം എന്നിട്ട് നമ്മളിങ്ങനെ മജ്ലിസ് പോലെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. നയമന് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. നയമനെങ്ങനെ കണ്ട അവിടെ കുത്തി മറിയും അവന് കേട്ടോ. നല്ല രസമായിരുന്നു കണ്ട. ഈ ഹോട്ടൽ നല്ല ഭംഗി കേട്ടോ. ഒരുപാട് ഇങ്ങനെ പഴയ ചിത്രങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ പഴയ ക്ലോക്ക്, എന്തൊക്കെ ഒരു കൊത്തുപണികളും അതുപോലെ ചുമരിൽ ഒരുപാട് പെയിൻറ്റിങ്ങൊക്കെ ആയിട്ട് എന്തൊക്കെ ഒരു പ്രത്യേകത തോന്നിയിട്ട് ആ ഹോട്ടലിന്. എനിക്ക് വിവരിച്ച് തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ഇതാ നമ്മളിങ്ങനെ അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ. അപ്പം നയമന് നല്ല രസമായിരുന്നു. അവൻ അങ്ങോട്ടൊന്ന് ചാടും ഇങ്ങോട്ടൊന്ന് ചാടും. ഹോട്ടലൊക്കെ ഉണ്ടോ, നല്ല അടിപൊളി ഹോട്ടലാണ് കേട്ടോ. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് നയോമ തോന്നുന്നുണ്ട് കേട്ടോ. അവൻ്റെ വിരലൊക്കെ കാണുന്നുണ്ട്. ഞങ്ങളെയൊക്കെ വീഡിയോ എടുക്കുകയാണ് നയോമ കണ്ടോ. അപ്പോൾ ആ സമയം അവന് കുറച്ച് പൊരിച്ചിൽ കൂടുതലായതുകൊണ്ട് നീനു അവിടെ ഒരു പേപ്പർ എടുത്തിട്ട് അവനെ എയറോപ്ലെയിൻ ഉണ്ടാക്കണമൊക്കെ പഠിപ്പിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും അവൻ്റെ കൂടെ കളിച്ചൊക്കെ കൂടി. അപ്പോൾ ഇതാ ഹോട്ടലിലെ സ്റ്റാഫ് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ളതൊക്കെ വിരിക്കുന്നുണ്ട്. ഇനി ഇതിലാണ് കേട്ടോ ഫുഡ് കൊണ്ടുവന്ന് വെക്കുക. എല്ലാതും കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ നമ്മുടെ ഭാഗത്തേക്ക് നമ്മളിപ്പം പെരുന്നാൾക്കൊക്കെ പായിട്ടിട്ട് ഇല ഇട്ടിട്ടൊക്കെ നമ്മൾ ഒരു ഭാഗത്തേക്ക് നമുക്ക് നീക്കിയിട്ട് ഫുഡ് കഴിക്കുമല്ലോ, അങ്ങനെയായിട്ട് കഴിക്കുക. അപ്പോൾ ഇതാ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ കാണിക്കാം കേട്ടോ വീഡിയോ. അപ്പോൾ ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ദമാമിലോട്ട് മടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കാം കേട്ടോ. അപ്പോൾ ഇനി നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.